ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ നിങ്ങൾ വീണ്ടും കാണുന്നത് അല്ലേ. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും സ്റ്റോപ്പ് ആയത്. വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ എടുക്കാം അങ്ങനെ വിചാരിച്ചപ്പോൾ അവസാനം ഇപ്പോൾ ഡെലിവറി സ്റ്റോറി പറയാനായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം, വെയ്യെങ്കിലും ട്രൈ ചെയ്യണം വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. നമുക്കിങ്ങനെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടയർഡ്നെസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ മടിയാവും വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അങ്ങനെ നീണ്ടു പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരിക്കും അറിയാനായിട്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡെലിവറിയെക്കുറിച്ച് അറിയാനും വീഡിയോസൊക്കെ പുതിയ പുതിയ സ്റ്റോറികൾ കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ സ്റ്റോറിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് അറിയാനായിട്ടൊരു ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. ഞാനങ്ങനെയാണ്. ഞാൻ ഡെലിവറി ടൈം ആവുന്നതിന് മുന്നേ വരെ കംപ്ലീറ്റ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും ഇരുന്നിട്ട് ഇങ്ങനെ കാണലും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ അറിയലായിരുന്നു എൻ്റെ മെയിൻ ഒരു ഹോബി ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്നെപ്പോലെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അത്രേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കണ്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ബ്രീഫായിട്ട് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി, ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക. കാരണം നമുക്ക് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് ഫോൺ വെക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പൊസിഷനിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക കേട്ടോ. ഡെലിവറി സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് തുടങ്ങണ്ടേ, ഇതിപ്പോൾ ഏതൊക്കെ പറയണം, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മിസ്മാച്ചോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്, ക്ലിയർ ആവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ ഡെലിവറി നടക്കുന്നത് 2025 ഡിസംബർ 31 ആണ്. അതായത് 2025 ലാസ്റ്റ് ഡേയിലാണ് നടക്കുന്നത്. ജസ്റ്റ് 1 ഡേ മിസ്സായി നമുക്ക് ന്യൂ ഇയറിലോട്ട് വരാനായിട്ട്. പക്ഷെ എനിക്ക് 2025 തന്നെ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ 25 ബേബി തന്നെ ആവണം എന്നുള്ള എന്തൊരു ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണോ അപ്പോൾ തന്നെ ഡെലിവറി ആയെന്നറിയില്ല. നോർമൽ ഡെലിവറി ആയിരുന്നു. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസ് കാണുമ്പോഴുള്ളവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡെലിവറിയും കഴിഞ്ഞിട്ടുള്ളത് ചെന്നൈയിൽ തന്നെയാണ്, റെയിൽവേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബേബി ബോയ് ആണ് എനിക്കുണ്ടായി. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻഡ്യൂസ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 38 വീക്ക് കംപ്ലീറ്റ് ആയപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് 40 വീക്സ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ബേബിക്ക് വെയിറ്റ് കൂടാം, അതുപോലെ നമുക്ക് പല കോംപ്ലിക്കേഷൻസും വരാം. ലാസ്റ്റ് ടൈമിലൊക്കെ ചിലപ്പോൾ മീൻസ് ബേബി നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ഷോൾഡറൊക്കെ ഇറങ്ങി വരാതെ അവിടെ തടഞ്ഞു നിന്ന് പിന്നെ നമുക്കതൊരു ഇമ്മീഡിയറ്റ് സിസേറിയനിലേക്ക് പോകുന്ന കണ്ടീഷനൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 38 വീക്ക് വരെ പ്രശ്നമൊന്നുമില്ല എന്ന് വന്നപ്പോൾ നമുക്കിനി പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസംബർ 30 നമ്മൾ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 30 ആഫ്റ്റർനൂൺ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർനൂണാണ് നമുക്ക് പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ, അതുപോലെ ഹസ്ബൻഡിൻ്റെ 2 മേമ്മമാർ, അവരൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന സമയത്ത് എല്ലാവരെയും പോലെ തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താവും നമുക്കറിയില്ല, ഫസ്റ്റ് ഡെലിവറിയാണ് ആവാൻ പോകുന്നത്. അപ്പോൾ കുറേ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് യൂട്യൂബിൽ കയറി ഇതിങ്ങനെ ഇരുന്ന് കാണൽ തന്നെയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഓരോരുത്തരുടെ സ്റ്റോറിയും ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ചിലർ ഭയങ്കര പെട്ടെന്ന് ഡെലിവറി ആയി കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷേ ചിലർ 20 അവറും 16 hours ഡെലിവറി പെയിൻ സഹിച്ച് എന്നിട്ട് സിസേറിയനിലോട്ട് പോയ കുറേ പേരുടെ സ്റ്റോറി കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷൻ ആവുമോ അങ്ങനെ എങ്ങനെ ആവും എൻ്റെ എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റോറിയൊക്കെ ഒരു രസത്തിന് വേണമെങ്കിൽ കണ്ടോ, പക്ഷേ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ പോലെ ആയിരിക്കില്ല നമ്മുടെ സ്റ്റോറി. നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതോടത്ത് ഒരുപാട് ടെൻഷൻ അടിക്കും വേണ്ട. എന്താ പറയുക, അങ്ങനെ ഇരുന്നാൽ മതി. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസംബർ 30 പോയി. ആഫ്റ്റർനൂൺ ഒരു 2 o'clock ആയപ്പോൾ നമ്മൾ ലേബർ റൂമിലോട്ട് വരാൻ പറഞ്ഞു, പെയിൻ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലേബർ റൂമിലോട്ട് പോവുകയാണ് ചെയ്തത്. പെയിൻ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. കാരണം നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ എനിക്ക് ഓൺ സിസ്റ്റേഴ്സോ അങ്ങനെ ആരുടെയെങ്കിലും ഡെലിവറിയൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അറിയാം അവർക്ക് എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫാമിലിയിലോ എൻ്റെ വീട്ടിലോ ആരുമില്ല ആ ഒരു സർക്കിളിൽ. നമ്മൾ ബേബീസ് ഉണ്ടാവും, കാണാൻ പോവും എന്നല്ലാതെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അപ്പോൾ എനിക്കിങ്ങനെ പേടി ഉണ്ടായിരുന്നു. പെയിൻ ഉണ്ടാവും ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പെയിൻ ഉണ്ടാവുക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ്
ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഒരു സ്പെഷ്യൽ ഡ്രസ്സ് ഉണ്ട്, അതാണ് നമുക്ക് തരിക. അപ്പോൾ അവർ നമ്മളോട് ചെന്ന് നമ്മുടെ ഓർണമെൻറ്റ്സ് കൂരി വെച്ചോളാൻ പറഞ്ഞു അവിടുത്തെ നേഴ്സ്. നമ്മുടെ ഇട്ട ഡ്രസ്സ് കൂരി അവർ പുറത്തേക്ക് കൊടുക്കും. എന്നിട്ട് നമുക്ക് പുതിയതായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് തരും. അങ്ങനെ ഒരു 2:30 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഡോക്ടർ വന്നിട്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. പെയിൻ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ട്. അതെനിക്കറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിങ്ങനെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ട്രിപ്പായിട്ടൊക്കെയാണ് ഈ പെയിൻ ഇൻഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഈ വജൈനലി അവർ എന്തോ ഒരു ജെല്ലോ അങ്ങനെ എന്തോ സംഭവം ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ തന്നെ ആവണം. അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് പെയിനൊക്കെ ഉള്ളൊരു പരിപാടി തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അത്യാവശ്യം പെയിൻ ടോളറൻസ് ഉള്ളൊരു കൂട്ടത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെയും പെയിൻ ടോളറൻസ് ലെവൽ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ചെറിയ പെയിൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. ചിലർക്ക് എന്നേക്കാൾ മീൻസ് എനിക്ക് അത്യാവശ്യം ഉണ്ട്, അതിനേക്കാൾ നന്നായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കും. അങ്ങനെ പലരുടെയും ബോഡി ഡിഫറെൻ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ലേബർ റൂമിനകത്ത് ഞാനും വേറൊരു പെൺകുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അന്നത്തെ ആ ഒരു ഡെലിവറി അല്ലെങ്കിൽ ആ ഒരു ലേബർ റൂമിനകത്ത്. ഒന്നാമത് നമ്മുടെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു. പിന്നെ പേഷ്യൻസ് പൊതുവെ കുറവായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കുട്ടി ഒരു ഹിന്ദിക്കാരിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റെയിൽവേ ഹോസ്പിറ്റലിനായതുകൊണ്ട് പല ലാംഗ്വേജുള്ളവരും പല സ്ഥലത്തു നിന്നുള്ളവരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മലയാളീസ് വളരെ കുറവാണ് അവിടെ. ലേബർ റൂമിനകത്ത് തന്നെ 1-2 മലയാളീസ് നഴ്സുമാർ മാത്രമേ, ഡോക്ടേഴ്സ് അവിടെ മലയാളീസ് ഒന്നുമില്ല. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഓൾറെഡി മുന്നേ എന്നേക്കാൾ ഒരു ദിവസം മുന്നേ അവിടെ അഡ്മിറ്റായി ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇതുവരെയും പെയിൻ വന്നിട്ടില്ല. അപ്പോൾ ആ പെൺകുട്ടിയുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഞാനും ഇവിടെ അപ്പുറത്ത് കിടന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പെയിൻ ഇൻഡ്യൂസ് ചെയ്തു. ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും മിണ്ടില്ല, അങ്ങനെ കൂളായി ബ്രീത്തൊക്കെ എടുത്ത് കിടന്നു. അപ്പോൾ ലേബർ റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു മലയാളി ഒരു ചേച്ചി നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേഴ്സ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെയിൻ വരുന്നുണ്ടോ നോക്കാം, എങ്ങനെയാണ് വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പോയി. പിന്നെ നമ്മളോട് അവിടെ കിടന്നോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ പുറത്ത് പോയി നടന്നോളാനൊക്കെ പറഞ്ഞു. പക്ഷേ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോർമൽ പോലെ തന്നെയാണ്. ആ പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour മാക്സിമം ഒരു നമ്മുടെ പീരീഡ്സ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു വയറിനകത്തൊരു ഒരു ക്രാംസ് പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു സെൻസേഷൻ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറഞ്ഞ് വന്ന് അതില്ലാതെയാവും. പിന്നെ നമ്മൾ നോർമലി ഞാൻ മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാവും കേട്ടോ. ആ പെൺകുട്ടിക്കും സെയിം ടൈം തന്നെയാണ് ഇൻഡ്യൂസ് ചെയ്തത്. പക്ഷേ കുട്ടിക്കിനെ വന്നും പോയും അങ്ങനെ ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ സെക്കൻഡ് ഡെലിവറി ആയിരുന്നു, എൻ്റെ ഫസ്റ്റും. അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി നടന്നു വന്നു. കുറച്ച് നേരമൊക്കെ നടന്നോളാൻ പറഞ്ഞു അവർ. പിന്നെ കുറച്ചുകൂടെ നന്നായി വരാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ പെയിനൊന്നും വരുന്നില്ല. അങ്ങനെ രാത്രിയായി, എനിക്ക് വീണ്ടും പെയിനൊന്നും വരുന്നില്ല. അപ്പോൾ വീണ്ടും അവർ ചോദിച്ചു എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ സെക്കൻഡ് ടൈമും നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 9 o'clock അവിടെ ഒരു ടൈമിംഗ് ഉണ്ട് പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി. 2 o'clock, ദെൻ 9 o'clock, പിന്നെ മോർണിംഗ് 5 o'clock, അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ടൈമിങ്. അപ്പോൾ 9 o'clock ആയപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ഷുഗർ ടെസ്റ്റും കാര്യങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ അവർ. വീണ്ടും പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കുറഞ്ഞു വന്നു, ഇല്ലാതെ എനിക്ക് പെയിനും. ആ പെൺകുട്ടി പക്ഷേ നൈറ്റൊക്കെ ആയപ്പോഴത്തേനും ഇരുന്ന് കരയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. നല്ല പെയിൻ വന്നിട്ടാ തോന്നുന്നു. ഒരു 12 മണി 1 മണിക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങി. പിന്നെ നോക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ എണീറ്റിരിക്കുന്നു. പിന്നെ പെയിൻ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ചെറുതായിട്ട് കരയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും വരുന്നില്ല, എനിക്കൊരു മാറ്റമില്ല, അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ പാരൻസൊക്കെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും നിനക്ക് പെയിനൊക്കെ വരുന്നുണ്ടോ, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊന്നും തോന്നുന്നില്ല, അങ്ങനെ ഞാൻ പറയാം. അപ്പോൾ അവർക്കും ടെൻഷൻ, കാരണം എന്താ രണ്ടുമായിട്ട് ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്താ ഇതൊന്നും തോന്നാത്തേ, ഒരു പെയിനും വരാത്തേ എന്നുള്ളൊരിത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാതെ അങ്ങനെ മോർണിംഗ് 5 o'clock നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ലേബർ റൂമിനകത്തോട്ട് തന്നെ പോയി. അവിടെ ചെന്ന് വീണ്ടും കിടന്നു ഉറങ്ങി. നമ്മൾ അവിടെയുള്ള നഴ്സുമാരും എല്ലാവരും ഡോക്ടർമാരെല്ലാവരും കിടന്നുറങ്ങി. കാരണം നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും എമർജൻസിനെ മാത്രമല്ല അവർ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ കിടന്നു, പിന്നെ ഉറങ്ങി. അതിനുശേഷം ഒരു 5 o'clock ആയപ്പോഴത്തേനും വീണ്ടും ഡോക്ടർ വന്നു. വീണ്ടും നോക്കി, അവരിങ്ങനെ നോക്കും, PV ചെയ്ത് നോക്കാമെന്ന് പറയുമല്ലോ നമ്മൾ. അതായത് നമുക്ക് വജൈന എത്രത്തോളം ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ PV ചെയ്യുന്നത് നോർമൽ ഒരു പെയിനായി തന്നെ എനിക്ക് തോന്നിയത്. കുറേ പേരുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും PV ഭയങ്കര പെയിൻഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പെയിൻ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, പെയിൻ ഉണ്ട്, പെയിൻ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. കുറേ പേരിങ്ങനെ പ്രസവേദനയേക്കാൾ ഭയങ്കരമായിരുന്നു PV ചെയ്യുമ്പോൾ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പേടി. പക്ഷേ എനിക്കത് ഒരു നോർമൽ പെയിനായി തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ PV ചെയ്തു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡയലേഷനൊന്നും വന്നിട്ടില്ല. 1 centimeter അങ്ങനെ എന്തോണം വന്നിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും 5 o'clock ഒന്നും കൂടി ഇൻഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ജെല്ലോ ടാബ്ലറ്റോ എന്തോ
എനിക്കിപ്പോഴും അതിൻ്റെ പേരിങ്ങനെ അവർ പറയുന്നത് മീഷോ അല്ല കേട്ടോ, മീഷോ അങ്ങനെ എന്തോ ആണ് ആ ജെല്ലിൻ്റെ പേര് തോന്നുന്നത്. അതിന് കുറേ വട്ടം ഇങ്ങനെ പറയും, നമുക്കിത് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. അപ്പോൾ ആ സിസ്റ്ററിനോട് ഡോക്ടറിന് പറയാതെ അതെടുക്കുക ഇങ്ങനെ പറയുന്നുണ്ടാവില്ല. പിന്നെ നമുക്ക് മലയാളീസൊന്നും അല്ലാത്തതുകൊണ്ട് അവർ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ പറയുന്ന കേൾക്കാം, മീഷോ എടുക്കുക അങ്ങനെ പറയുന്നതൊക്കെ. അവർക്ക് തോന്നുന്നു ആ ജെല്ലിൻ്റെ പേരാണ് അത്, പേര് ഇൻഡ്യൂസ് ചെയ്യുന്ന ജെല്ലിൻ്റെ പേരാണ് അത് തോന്നുന്നു. അങ്ങനെ 5 o'clock വീണ്ടും ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കങ്ങനെ മര്യാദയ്ക്ക് ഫുഡൊന്നും തന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ വയറ് ക്ലീൻ ചെയ്യാനായിട്ട് എനിമ തന്നു. അതിനുശേഷം ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും പുറത്തിറങ്ങി. എനിമ തന്നതിന് ശേഷം എനിക്ക് പിന്നെ ചെറിയ രീതിയിലൊരു പെയിൻ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. അത് ലൈറ്റ് ഒരു മൈൽഡ് പെയിൻ കേട്ടോ, അത്രേ പറയാൻ പറ്റുള്ളൂ, ഭയങ്കര പെയിനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് വിഷ്ണുവേട്ടൻ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചെറുതായിട്ടൊരു പെയിൻ ഉണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം നല്ല പെയിന് പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നിടത്തോളം ഞാൻ പിടിച്ചു നിർത്തും. എന്ന് വെച്ചാൽ ഞാൻ പ്രസവവേദനയൊന്നും കടിച്ച് പിടിച്ച് നിർത്തിയെന്നൊന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് അത്യാവശ്യം പെയിനൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കുട്ടി ഇങ്ങനെ ഭയങ്കര പെയിൻ എടുത്ത് നടക്കാനൊന്നും പറ്റാതെ ഇങ്ങനെ പുറത്ത് കാലത്ത് വന്നിട്ട് വീണ്ടും ആ കുട്ടിക്ക് എൻ്റെ കൂടെ തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെയിനൊന്നും ആയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ എൻ്റെ ആ കുട്ടിയുടെയും ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നത് 2 സെൻറ്റിമീറ്റർ 30% അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോസിലെല്ലാം, ഞാൻ കണ്ട ഡെലിവറി വീഡിയോസിലെല്ലാം നമുക്ക് 10 സെൻറ്റിമീറ്റർ ഡയലേഷൻ വരുമ്പോഴാണ് ഡെലിവറി നടക്കുന്നത്, നോർമൽ ഡെലിവറി. അത് 2 ആവും, 3 ആവും, 4 ആവും, 5 അങ്ങനെ കൂടി ഗ്രാജുവലി വന്നിട്ട് നമുക്ക് 10 ആവുമ്പോൾ ഡെലിവറി നടക്കും. അതാണ് ഞാൻ ഇതുവരെയും കണ്ടിട്ടും കേട്ടിട്ടുള്ള ഡെലിവറി സ്റ്റോറിയിലെല്ലാം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇവർ എത്ര സെൻറ്റിമീറ്ററാണ് പറയുന്നത്, ഇങ്ങനെ PV ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് ഞാനത് ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ എൻ്റെ തലേ ദിവസം രാത്രി ചെയ്തപ്പോഴും 2 സെൻറ്റിമീറ്ററെന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നത് കേട്ടത്. മോർണിംഗ് 5 o'clock ചെയ്തപ്പോഴും 2 സെൻറ്റിമീറ്റർ തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, ആ പെൺകുട്ടിയുടെ ചെയ്യുമ്പോഴും 2 സെൻറ്റിമീറ്റർ തന്നെ കേൾക്കുന്നത് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ, ഇത് 2 സെൻറ്റിമീറ്ററിൽ തന്നെ നിൽക്കുന്നത്, ഇത് 10 ആവണമല്ലോ, ഇത് 2 തന്നെയാണ് ഇന്നലെ ഇന്നുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതെന്താ വികസിക്കുന്നില്ല, അവരാണെങ്കിൽ വേറെ ഒന്നും പറയുന്നൊന്നുമില്ല. പ്ലസ് അതിൻ്റെ കൂടെ എന്തൊരു പെർസെൻറ്റേജ് പറയുന്നുണ്ട്, 30%, 35% അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ എന്താണ് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു, ഇനി 10 സെൻറ്റിമീറ്റർ ആവണ്ടേ, ഇത് എപ്പോൾ ആവാനാ, അപ്പോൾ ഇന്നും ഡെലിവറി ആവില്ലേ, കാരണം 31 December ആയി, അപ്പോൾ ഇന്നും ആവില്ലേ, ഇനിയിപ്പോൾ ന്യൂ ഇയറിനാണോ ഞാൻ ഡെലിവറി ആവുക, ഇത് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മോർണിംഗ് നമ്മൾ വീണ്ടും പുറത്ത് പോയി, ഞാൻ പറഞ്ഞല്ലോ വയറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു എനിമയ്ക്ക് തന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോയി വന്നതിന് ശേഷം അവർ പിന്നെ പറഞ്ഞു ലൈറ്റായിട്ട് എന്തെങ്കിലും കോഫിയോ അല്ലെങ്കിൽ എന്താ പറയുക റസ്കോ അങ്ങനെ എന്തെങ്കിലും 1-2 മാത്രം കഴിച്ചാൽ മതി, വേറെ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ലേബർ റൂമിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും കഴിച്ചതിന് ശേഷം വീണ്ടും ലേബർ റൂമിലേക്ക് വന്നു. അപ്പോഴും എനിക്ക് ലൈറ്റ് പെയിൻ തന്നെ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പെയിനൊന്നുമില്ല. പിന്നെ ഒരു 8 മണിയൊക്കെ തൊട്ട് അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് വാർഡും അതുപോലെ തന്നെ ലേബർ റൂമും ഒക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, നമ്മുടെ കണ്ടീഷൻ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 1-2 ഡോക്ടേഴ്സ് വന്നപ്പോൾ അവരും നമ്മുടെ PV ചെയ്യും. വരുന്നവരും പോകുന്നവരൊക്കെ ഈ PV ചെയ്യലാണ് മെയിനായിട്ട് അവിടെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരിങ്ങനെ PV ഒക്കെ ചെയ്ത് നമ്മുടെ കേസ് ഷീറ്റൊക്കെ നോക്കി അവർ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഈ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തു. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടാണ് ചെയ്യുക. പക്ഷേ ഈ ഡോക്ടർ വന്നു ഇങ്ങനെ PV ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ഡോക്ടർ വീണ്ടും ആ കുട്ടിയുടെ വാട്ടർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ ബെഡിലേക്ക് പോയി. പക്ഷേ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു ചൂടുള്ള എന്തോ ഒരു വെള്ളം ഇങ്ങനെ എൻ്റെ കാലിന് മേലെ കൂടെ ഒഴുകി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി വാട്ടർ ബ്രേക്ക് ചെയ്തോ എന്നുള്ളൊരു ഡൗട്ടായി. നമുക്കാണെങ്കിൽ നോക്കിയാലും കാണില്ല, നമ്മൾ ബെഡിൽ ഇങ്ങനെ കിടക്കല്ലേ. അപ്പോൾ ഒരു പുതിയ മലയാളി നേഴ്സിന് വീണ്ടും ഡ്യൂട്ടി ചേഞ്ച് ആയി വന്നിട്ട് ഇങ്ങനെ അവിടെ നേഴ്സുമാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ എല്ലാ ഷിഫ്റ്റിലും ഒരു മലയാളി നേഴ്സ് ഉണ്ടാവും, അതാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ആകെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന അവരോട് മാത്രമായിരുന്നു. അപ്പോൾ നേഴ്സിനോട് ഞാൻ ചോദിച്ചു എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തോ, ഇപ്പോൾ എന്താ ചെയ്തേ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ അതെ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെയിൻ കൂടാൻ തുടങ്ങി. വാട്ടർ ബ്രേക്ക് ആയതിനു ശേഷം പിന്നെ പെയിൻ അത്യാവശ്യം ഇൻറ്റൻസിറ്റി കൂടി വരുന്നതായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ സഹിക്കാൻ പറ്റും തന്നെ, അല്ലാതെ നമുക്ക് അൺസൈക്കബിൾ വേദനയൊന്നുമല്ല, മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വേദന എന്നാ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ കുട്ടി വാട്ടർ ബ്രേക്ക് ചെയ്തും കിടന്നിങ്ങനെ ഭയങ്കര കരച്ചിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മളിങ്ങനെ കരയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടി വന്ന് പുതിയ PV ചെയ്ത് നോക്കും. അങ്ങനെ അപ്പോഴും ഞാൻ കേൾക്കുന്നത് 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി, കാരണം അത്യാവശ്യം വേദന ഇപ്പോൾ ഉണ്ടല്ലോ, എന്നിട്ട് എന്ത് ഈ 2 സെൻറ്റിമീറ്ററിൽ നിൽക്കുന്നത്, ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ, സിസേറിയൻ എങ്ങാനും ആവുമോ എന്നൊക്കെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നതിന് ടെൻഷൻ. പിന്നെ നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഫോണില്ല, പിന്നെ നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാട്ടർ ബ്രേക്ക് ചെയ്യുന്നവരെ അകത്തേക്ക് വരാൻ പുറത്തേക്ക് പോകാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യായിരുന്നു. പക്ഷേ പിന്നീട് പോകാൻ പറ്റില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്ത് നിൽക്കുന്നവരടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് അവരെ കാണാം, അവരെന്തുമാത്രം ടെൻഷൻ അടിച്ചിട്ട് ഒരിക്കലുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു പേടി ഉള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല പെയിൻ വരാൻ തുടങ്ങി.
പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി എപ്പോഴാണ് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആവുക, ഇത് എപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും 10 ആവും. ഇത് തന്നെ എൻ്റെ മനസ്സിൽ ടെൻഷൻ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ BP നോക്കും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ബേബിയുടെ ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ വയറിൻ്റെ മേലെ ബെൽറ്റ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനും അപ്പുറത്തെ ആ കുട്ടി കിടന്ന് എന്താ പറയുക ഭയങ്കര കരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിയിട്ട് കിടന്ന് കരച്ചിൽ തുടങ്ങി കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം പെയിൻ വരാൻ തുടങ്ങി. എനിക്കും ഒരു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതിനേക്കാൾ അത്യാവശ്യം പെയിൻ വരാനായിട്ട് തുടങ്ങി. പക്ഷെ ഞാൻ കരയൊന്നും മിണ്ടുന്നൊന്നുമില്ല, ഞാൻ തന്നെ ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ നഴ്സിനോട് പറഞ്ഞു എനിക്കെന്തോ അത്യാവശ്യം നല്ല പെയിൻ ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നഴ്സ് പറഞ്ഞു അത് നല്ലതാ മോളെ, പെയിൻ വരണമല്ലോ, അതല്ലേ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ എന്നിട്ട് എനിക്കൊരു ബോൾ തന്നു, നമ്മുടെ ഒരു മറ്റേ മഞ്ഞ ബോൾ ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ബോൾ എന്നിട്ട് പെയിൻ വരുമ്പോൾ ഇതൊന്ന് അമർത്തി ഇങ്ങനെ എന്താ പറയുക അതിന് ഓവർകം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കുന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കരയുന്നൊന്നുമില്ല. ഈ കുട്ടി ഭയങ്കര കരച്ചിലായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടി കരയുമ്പോൾ അവർ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ. അതാണ് വേറൊരു കാര്യം, ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുവിധം കുറേ സ്റ്റോറിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ലേബർ റൂമിനകത്ത് ഭയങ്കരമായിട്ട് നഴ്സുമാർ ചീത്ത പറയും, ഡോക്ടേഴ്സ് ചീത്ത പറയും, നമ്മൾ കരയുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മളതിനെ ഇങ്ങനെ അവരുടെ ഒരു സംസാരം കേട്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന സമയത്തൊക്കെ. പക്ഷേ എനിക്ക് അവിടെയൊക്കെ ലേബർ റൂമിനകത്ത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെയുള്ള ഡോക്ടർമാരാണെന്നുണ്ടെങ്കിലും നഴ്സുമാരാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഭയങ്കര സ്നേഹത്തിൽ നമ്മളതിനെ ഭയങ്കര കെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് അവരോട് സംസാരിക്കും, നമ്മളെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊരു ഭയങ്കര ആശ്വാസമാണ്. നമുക്ക് പെയിൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ വന്ന് നോക്കും, അതുപോലെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക, എന്താ പറയുക, അതിപ്പോൾ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10:45 11 മണി ആയപ്പോഴത്തേനും ഈ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഡോക്ടർ നോക്കി പറഞ്ഞു അത്യാവശ്യം ഡയലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡോക്ടർ വന്ന് ഒരു കോട്ട് പോലെ ഒരു സംഭവം അങ്ങനെ ഇടുള്ളൂ, ഒരു ബ്ലൂ കളർ, ഇങ്ങനെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്, അത് വന്നു. ബാക്കിയുള്ള സിസ്റ്റർമാരൊക്കെ വന്നു. അങ്ങനെ ഈ കുട്ടിയോട് പുഷ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു അയ്യോ അവൾ ഡെലിവറി ആവാൻ പോവുകയാണോ. ആ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അതുവരെ. എന്നിട്ട് പിന്നെ എല്ലാവരും ചുറ്റും കൂടി നിന്ന് ആ കുട്ടിയോട് പുഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ കുട്ടിയുടെ ഡെലിവറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര, അതായത് അൺസൈക്കബിൾ വേദന വന്നു തുടങ്ങി. 11 മണി ആയപ്പോഴത്തേനും ആ കുട്ടി 11 മണിക്കാണ് ഡെലിവറി ആവുന്നത്. ആ കുട്ടിക്കും ഒരു ബേബി ബോയ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞ് പുഷ് ചെയ്തൊക്കെ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് അങ്ങോട്ട് അവിടുത്തെ ഡെലിവറി നോക്കാനൊന്നും എനിക്ക് പിന്നെ പറ്റാതെ തുടങ്ങി. കാരണം എനിക്ക് അങ്ങനത്തെ പെയിൻ, പിന്നെ കൺട്രോളിൽ നിന്ന് പോയിട്ടുള്ള പെയിനൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും ചെറുതായിട്ട് കരയാൻ തുടങ്ങി. അതുവരെ ഞാൻ മിണ്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേന് എനിക്ക് അത്യാവശ്യം പെയിൻ വന്ന് ഞാനിങ്ങനെ കരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവളുടെ ആ ഡെലിവറി കഴിഞ്ഞു, ബേബി വന്നു. അങ്ങനെ ബേബി വന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി തുടങ്ങി. കാരണം അതുവരെ നമുക്കൊരു കൂടെ കമ്പനിക്ക് ഒരാളുണ്ടായിരുന്നല്ലോ, കരയാനായാലും ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരാളെ കാണാനായാലും. ഇനിയിപ്പോൾ ആരുമില്ല അവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ ലേബർ റൂമിനകത്ത്. ഇനിയിപ്പോൾ ആ കുട്ടി പോകുമല്ലോ. അപ്പോൾ ഞാൻ ഈശ്വരൻ എൻ്റെ ഡെലിവറി ഇനി എപ്പോൾ ആവാൻ, ഇനി ഇന്നാവില്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് എനിക്കിങ്ങനെ ടെൻഷൻ വരാൻ തുടങ്ങി. എൻ്റെ ആണെങ്കിൽ ഒന്നും ആവുന്നില്ലല്ലോ. അപ്പോൾ പക്ഷേ എനിക്ക് നല്ല പെയിനും വരുന്നു. ഞാൻ പിന്നെ കിടന്ന് ഭയങ്കരമായിട്ട് കരയാനും ഞാൻ തുടങ്ങി, എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങനെ കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് പെയിൻ വന്നിട്ട് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി തുടങ്ങി. അതായത് നമുക്ക് പെയിൻ നമുക്കിങ്ങനെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ വന്ന സമയം നമുക്ക് തല കറങ്ങുന്ന പോലെയും വൊമിറ്റ് ചെയ്യാൻ വരുന്നത് എനിക്കങ്ങനെ തോന്നി കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സെൻസേഷൻ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നഴ്സിനോട് പറഞ്ഞു എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് നല്ല സിംപ്റ്റമാണ് ഇടാ, കാരണം നമുക്ക് ഡെലിവറി ആവാൻ പോകുന്നതിൻ്റെ ഒരു സിംപ്റ്റമാണത്, നീ വൊമിറ്റ് ചെയ്യുന്നില്ല, ടെൻഷൻ അടിക്കാതിരിക്കുന്നത്, ഇൻ കേസ് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നത് നീ വൊമിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു ബേസിൻ പോലെ ഒരു സംഭവം എൻ്റെ അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. നീ അതിലോട്ട് വൊമിറ്റ് ചെയ്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നേഴ്സ് പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ, കാരണം ഇത് നമുക്ക് സഹിച്ചല്ലേ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡെലിവറി പെയിൻ ഒറ്റയടിക്ക് ഇങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇതുവരെ കുറേ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതെല്ലാം വേറെ വീഡിയോസ് കമ്പയർ ചെയ്തിട്ട് അതാണ് നിങ്ങളോട് പറയുന്നത്. വേറെ വീഡിയോസ് കണ്ടോ, പക്ഷേ അതുപോലെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് നമുക്ക് ബാക്കിൽ നിന്ന് ബാക്ക് പെയിൻ തുടങ്ങിയിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വേദന ഇറങ്ങി വയറുവേദനയായിട്ട് ഇങ്ങനെ വരും, പീരിയഡ്സ് ക്രാംപ്സ് പോലെ വരും എന്നാണ് ഞാനൊരു കുറേ പേരുടെയൊക്കെ കണ്ടത്. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. വാട്ടർ ബ്രേക്ക് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമേ ഡെലിവറി പെയിനകത്ത് വന്നിട്ടില്ല. എനിക്ക് ഡയറക്റ്റ് വയറുവേദന, പീരിയഡ്സ് ക്രാമ്പ് പോലത്തെ ഒരു വേദന എന്നാണ് എനിക്കും ഫീൽ ചെയ്തത്. അങ്ങനത്തെ ഒരു വേദനയാണ് എനിക്ക് ഡയറക്റ്റ് വന്നത്, വേറെ ഒരു വേദനയും വന്നില്ല. ചിലർക്ക് കാലുവേദന, നടുവേദന, അങ്ങനത്തെ പല വേദനയും വന്നിട്ടൊക്കെയാണ് ഇത് തുടങ്ങിയത്. എനിക്ക് ഡയറക്റ്റ് ഈ പെയിൻ വന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എപ്പിഡ്യൂറൽ ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് ഫ്രീ ആണ്, എപ്പിഡ്യൂറൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ അതെനിക്ക് മുന്നേ അറിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ നഴ്സിനോട് പറഞ്ഞു എനിക്ക്
നല്ല പെയിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ എപ്പിഡ്യൂറൽ എനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നഴ്സ് പറഞ്ഞു ഓക്കെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ തരാൻ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൾറെഡി ഹസ്ബൻഡോട് പുറത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ എപ്പിഡ്യൂറൽ വേണം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും, അപ്പോൾ എന്തെങ്കിലും കൺസെൻറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ വേഗം സൈൻ ചെയ്ത് കൊടുത്തോ, വേറെ ഒന്നും നോക്കാൻ നിൽക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് നമ്മൾ കൺസെൻറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഡോക്ടറിനോട് നഴ്സ് വന്നിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് എപ്പിഡ്യൂറൽ വേണമെന്ന് പറയുന്നുണ്ട് പറഞ്ഞു. ഡോക്ടറിന് ഓക്കെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ എന്തൊക്കെയോ എഴുത്തുകുത്ത് പരിപാടികൾക്ക് കഴിഞ്ഞ ശേഷം ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് പെയിനിനെ സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ 2 ദിവസം മേ ബി ഹെഡേക്ക് പോലെ വരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് ഓക്കെ എന്തായാലും പ്രശ്നമില്ല, വേഗം സൈൻ ചെയ്ത് തരാം, എനിക്ക് വേഗം എടുക്കുക എപ്പിഡ്യൂറൽ അങ്ങനെയായിരുന്നു കേട്ടോ. എപ്പിഡ്യൂറൽ എടുക്കാനായിട്ടുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഭയങ്കര റീസെൻ്റായിട്ട് അങ്ങനെ എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പെയിൻ ഇല്ല നമുക്ക് ഡെലിവറി ആവാം എന്നുള്ളൊരു വിശ്വാസം, അതെങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്ക് ഫെസിലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മൈൻഡിൽ. അങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കാൻ ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റൊക്കെ അവരവിടെയും ചെയ്തതുപോലെ പറയും, ഹസ്ബൻഡ് സൈനൊക്കെ മേടിച്ചതിന് ശേഷം അവർ വരും. പിന്നെ നമുക്ക് അനസ്തീഷ്യ ഡോക്ടേഴ്സാണ് എപ്പിഡ്യൂറൽ തരുന്നത്. അങ്ങനെ അനസ്തീഷ്യ ഡോക്ടേഴ്സ് വന്നു. അവർ വന്നിട്ട് അതുവരെയുള്ള സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിരുന്നു. കാരണം പെയിൻ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ എടുത്ത ഏറ്റവും വേർസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എപ്പിഡ്യൂറൽ എടുക്കുക എന്ന് പറഞ്ഞാൽ. അത് ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പിഡ്യൂറൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഗ്രഹിച്ചിരിക്കുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അതും എന്താ പറയുക, നിങ്ങൾ അത്രയും ആലോചിച്ചും കണ്ടുമൊക്കെ എപ്പിഡ്യൂറലിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എപ്പോൾ എപ്പിഡ്യൂറലിൻ്റെ കാര്യങ്ങൾ പറയണം എന്നൊക്കെ ഉള്ളത്. അത് ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചില ഹോസ്പിറ്റൽസ് ഇങ്ങോട്ടേ നമ്മളോട് അപ്രോച്ച് ചെയ്തിട്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. മെയിൻലി പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെയാണ്, കാരണം അവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. എല്ലാവർക്കും ഒന്നും അങ്ങനെ എപ്പിഡ്യൂറൽ അവർ കൊടുക്കില്ല, ആവശ്യമുള്ളവർക്ക് മാത്രമേ അവർ കൊടുക്കുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് എന്തിനാ പിന്നെ നമ്മൾ വെറുതെ ഇത്രയും പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാനത് എടുക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. അങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കാനായിട്ട് അനസ്തീഷ്യ ഡോക്ടേഴ്സ് വന്നു. ആ ഒരു ടൈം ആയപ്പോഴത്തേനും എനിക്ക് നല്ല ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും പെയിൻ വന്നു തുടങ്ങി. അപ്പോൾ എനിക്കറിയുന്നില്ല എനിക്കിപ്പോൾ എത്ര ഡൈലേറ്റായി, എപ്പം ഞാൻ ഡെലിവറി ആവും എന്നൊന്നും എനിക്ക് ആ ടൈമിൽ അറിയുന്നില്ല. അങ്ങനെ ഇവർ വന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു, അതായത് ബെഡിൽ ഇരിക്കാൻ കിടക്കുകയായിരുന്നല്ലോ നമ്മൾ അത്രയും നേരം. അപ്പോൾ കുനിഞ്ഞ് കുറച്ച് തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടൊന്ന് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് സപ്പോർട്ടിനായിട്ട് 2 അറ്റൻഡർമാരുണ്ട് ലേബർ റൂമിനകത്ത് തന്നെ, ലേഡീസിനാണ് എല്ലാവരും. അവരെന്നെ വിളിച്ചു. എന്നിട്ട് നമ്മൾ അനങ്ങരുത് എന്ന് പറഞ്ഞു. നമ്മുടെ ബാക്കിൽ ഒരു സംഭവം ഇങ്ങനെ വെക്കുകയാണല്ലോ, ഇഞ്ചക്ഷൻ തന്നെയാണ് തോന്നുന്നു. അത് ഞാൻ വിചാരിച്ചത് ഇഞ്ചക്ഷനാണ്, ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് നമുക്ക് പെയിനൊന്നും ഉണ്ടാവില്ല, നമുക്ക് മരവിച്ചു, നമ്മൾ ഡെലിവറി ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിൽ എപ്പിഡ്യൂറൽ. അല്ലെങ്കിൽ അവർ ട്രിപ്പ് പോലെ ആയിട്ട് ഇടുന്നതാണ് എപ്പിഡ്യൂറൽ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒരു ഇഞ്ചക്ഷൻ, 1 കുത്ത്, 2 കുത്ത്, 3 കുത്ത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്ത് എനിക്കിങ്ങനെ കിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ബാക്കിൽ നിന്ന് ഈ എപ്പിഡ്യൂറലിൻ്റെ കുത്ത് കിട്ടുന്നുണ്ട്, പ്ലസ് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് അടിവയറിൻ്റെ അവിടെ നിന്ന് ഈ ഡെലിവറി പെയിൻ ഇങ്ങനെ ഇൻറ്റൻസിറ്റി കൂടി വരിക, ടൈം ഡ്യൂറേഷൻ കുറഞ്ഞുള്ള പെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അനങ്ങരുത്, അനങ്ങാതെ നിൽക്കണം, അനങ്ങിക്കഴിഞ്ഞാൽ ഇത് എടുക്കുന്നത് ശരിയാവില്ല, നമുക്ക് കറക്റ്റ് ആവില്ല, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ ഈ അനസ്തീഷ്യ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ എന്നെ ഇട്ടിങ്ങനെ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തി അവിടെ ആ ഒരു സമയത്ത് ഇരുന്നിട്ട്. ഞാൻ അത്യാവശ്യം അവർ പറഞ്ഞ പെയിൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് റൈസ് ചെയ്താൽ മതി, അപ്പോൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം, അതിനുശേഷം ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. 2 വട്ടം എനിക്ക് പെയിൻ വരുന്ന സമയത്ത് ഞാൻ പറയും എനിക്ക് പെയിൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ നിർത്തും. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ അവർ വീണ്ടും ഇങ്ങനെ ഇഞ്ചക്ഷനോ എന്തോ സംഭവം ചെയ്യും അവർ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ബാക്കിലല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 വട്ടം കഴിഞ്ഞപ്പോഴത്തേന് ഇവർ പിന്നെ എൻ്റെ പെയിൻ മൈൻഡ് ചെയ്യുന്നില്ല, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പെടയൂലോ, വേദന വന്നിട്ട് ഇങ്ങനെ ഒരു തരം വേദന സഹിക്കാൻ പറ്റാതെ. അപ്പോൾ ഇവർ അനങ്ങല്ലേ ആ കുട്ടീനെ പിടിക്കുന്നു പറഞ്ഞിട്ട് ഇവരെൻ്റെ തല പിടിച്ച് 2 അറ്റൻഡർമാർ ഇങ്ങനെ കുനിച്ച് ഇങ്ങനെ നിർത്തി, ഇരിക്കുന്നതോടെ തന്നെ ഇങ്ങനെ കുനിച്ച് പിടിച്ച് ഷോൾഡറൊന്നും അനക്കാൻ വയ്യാതെയായി എനിക്ക്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വേദന, ബാക്കിൽ നിന്നുള്ള കുത്ത്, കുറച്ച് നേരം നമ്മുടെ തല ഒരാളിങ്ങനെ ഫോഴ്സ് ചെയ്ത് താഴത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തൊന്നും അനക്കാൻ പറ്റാണ്ടുള്ളൊരു വേദന വരും, ഇവിടെയൊക്കെ കടഞ്ഞിട്ട്. എനിക്ക് പിന്നെ എപ്പിഡ്യൂറൽ വേണ്ടാന്നായി, കാരണം പ്രസവ വേദനയുടെ അതേ സെയിം വേദന ഞാനിത് എടുക്കുന്ന സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റോളം എന്നെ ഇവർ അവിടെ ഇട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു, എന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയുന്നില്ല. ആ ഒരു സമയത്ത് എനിക്കെല്ലാം കൂടി ഓർക്കാൻ തന്നെ പേടിയാണ് ഇപ്പോഴും അത്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, അപ്പോൾ ആ ക്ലോക്കിൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് എത്ര ടൈം കൂടുമ്പോഴാണ് പെയിൻ വരുന്നത് നോക്കുമ്പോൾ എനിക്ക് 30 സെക്കൻഡ് കൂടുമ്പോഴാണ് പെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആദ്യം ഞാനിങ്ങനെ ആ ക്ലോക്കിൽ വരുന്നത് നമ്മൾ ബോറടിച്ച് എടുക്കുമ്പോൾ ഞാൻ നോക്കും എനിക്ക് ഒരു പെയിൻ കഴിഞ്ഞിട്ട് ഒരു പെയിൻ വരുമ്പോൾ എത്ര, അപ്പോൾ 5 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ് അങ്ങനെയൊക്കെ ഡ്യൂറേഷനിൽ വന്നിരുന്നത്. പിന്നെ ആ എപ്പിഡ്യൂറൽ എടുക്കുന്ന സമയത്ത് എനിക്ക് 30 സെക്കൻഡോ 45 സെക്കൻഡോ അങ്ങനെ എന്തോ കൂടുമ്പോൾ എനിക്ക് പെയിൻ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ടല്ലോ, ഒരു ഡ്യൂറേഷൻ കുറയുന്നുണ്ടല്ലോ, അതെന്താ ഡെലിവറി ആവാറായോ ഞാൻ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കുത്തി കഴിഞ്ഞ ശേഷം പറഞ്ഞു ശരി കിടന്നോ എന്ന് പറഞ്ഞു. ഇനി പെയിനൊന്നും ഉണ്ടാവില്ല, കിടന്നോ എന്ന് പറഞ്ഞു. ഞാൻ കിടന്നപ്പോൾ എൻ്റെ വിചാരം ഓക്കെ ഇനി അടുത്ത പെയിൻ എനിക്ക് വരില്ല എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വന്നു അടുത്ത പെയിൻ. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോൾ എടുത്തിട്ടല്ലേ ഉള്ളൂ, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും, അടുത്ത പെയിൻ വരില്ലായിരിക്കും. വീണ്ടും 30 സെക്കൻഡ്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് എനിക്ക് വീണ്ടും സെയിം പെയിൻ, ഞാൻ എന്താണോ അനുഭവിച്ചുകൊണ്ടിരുന്ന പെയിൻ അതന്നെ വീണ്ടും ഒരു ഇത്തിരി പോലും കുറയാതെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റിനടുത്ത് ഞാനത് വീണ്ടും സഹിച്ച് കരഞ്ഞു കിടന്നു അവിടെ. അപ്പോൾ ഒരു കുറവില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ആ മലയാളി നേഴ്സ് അവിടെ ഉണ്ടല്ലോ, ആ നേഴ്സിൻ്റെ പേര് അയ്യോ ഞാൻ മറന്നു പോയല്ലോ. നല്ല അടിപൊളിയൊരു നേഴ്സായിരുന്നു കേട്ടോ. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ലേബർ റൂമിലൊരു നേഴ്സാണ്. ഓർമ്മയുണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് ഓർത്തപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആ നേഴ്സിനെ ഞാൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എപ്പിഡൂറിൽ എടുത്തിട്ട് എനിക്ക് പെയിൻ ഒന്നും കുറയുന്നില്ലല്ലോ, എനിക്ക് ഇപ്പോഴും നല്ല സെയിം പെയിൻ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ നേഴ്സ് പറഞ്ഞ സാരിലിടാ കുറയും, എടുത്തിട്ടുണ്ടല്ലോ കുറയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 11 o'clock ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അപ്പുറത്തെ ബെഡിലെ ആ കുട്ടി പ്രസവിക്കുന്നത്. 11:50 ഞാൻ പ്രസവിച്ചു, 50 minutes കഴിഞ്ഞപ്പോഴത്തേനും. അതായത് ഏകദേശം ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഡെലിവറി പെയിനിൻ്റെ എല്ലാ പെയിനും എല്ലാ തരത്തിലുള്ള എല്ലാ വേദനയും ഞാൻ അറിഞ്ഞു. എനിക്കൊരു കുറവും എപ്പിഡ്യൂറൽ എടുത്തിട്ട് ഫീൽ ചെയ്തില്ല. മുന്നേ ഞാൻ എന്ത് പെയിനാണോ അനുഭവിച്ചത് അത് തന്നെ, പുഷ് ചെയ്യാനുള്ള ടെൻഡൻസിയും അതുപോലെ തന്നെ പുഷ് ചെയ്യുന്നതും എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കെടുത്തത് റോങ് ടൈമിലാണ്. ഈ എപ്പിഡ്യൂറൽ എടുക്കുന്നതിന് നമുക്ക് ബോഡിക്ക് എഫക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ടൈമിൽ നമ്മൾ എടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുത്താലാണ് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ, പെയിൻ ഇല്ലാതെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അതെടുത്തിട്ടൊരു മാക്സിമം 10 minutes കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അതായത് ആ ലാസ്റ്റ് മിനിറ്റിലാണ് എനിക്ക് എപ്പിഡ്യൂറൽ കിട്ടിയത്. അപ്പോൾ എപ്പിഡ്യൂറലിൻ്റെ എനിക്ക് ഒരു 8 കുത്തലെങ്ങാണ്ട് എൻ്റെ ബാക്കിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും കുത്തുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ നിറയെ ഇങ്ങനെ പുറഞ്ചൻ്റെ കുത്തിയിട്ടുണ്ട് നടുവിനിട്ടിട്ട്. അപ്പോൾ അത്രയും കുത്തലും കിട്ടി. പിന്നെ എൻ്റെ കഴുത്തൊന്നും എനിക്ക് പിന്നെ 2-3 ദിവസം അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുനിച്ച് നിർത്തിയതിൻ്റെ ആ പെയിൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഡെലിവറി പെയിൻ എല്ലാം കൂടി ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അവസാനം ഒരു കാര്യമില്ലാതെ നോർമൽ ഡെലിവറി തന്നെ ആ പെയിൻ എല്ലാം കൂടി അനുഭവിച്ച് ഞാൻ ഡെലിവറി ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എപ്പിഡ്യൂറൽ എടുക്കുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എപ്പിഡ്യൂറൽ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനസ്തീഷ്യ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ മുന്നേ തന്നെ കൺസൾട്ട് ചെയ്ത് അതിലൊരു തീരുമാനമാക്കുക എപ്പോഴാണ് എടുക്കേണ്ടതെന്നുള്ളത്. പ്രോപ്പർ ടൈമിൽ തന്നെ എടുക്കാനായിട്ട് പറയുക. ആ ടൈം മാറിയിട്ട് പിന്നെ നമ്മൾ വെറുതെ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കുറേ കുത്തലുകളും വേദനയും നമ്മൾ സഹിച്ചിട്ട് നടന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പിഡ്യൂറൽ ഒരു എക്സ്പീരിയൻസ് എനിക്കായി. അതുകൊണ്ട് ഇനി എപ്പിഡ്യൂറലിൻ്റെ ഒരു കാര്യമേ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. എനിക്ക് ഫ്യൂച്ചറിൽ ഞാൻ ഇനി ഒരു ബേബി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനേ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മേ ബി അത് ഞാൻ എടുത്ത ഹോസ്പിറ്റലിൽ അവർ പ്രോപ്പർ ടൈമിൽ തരാത്തത് കൊണ്ടായിരിക്കും. കാരണം ഞാൻ ഡിമാൻഡ് ചെയ്ത സമയം എന്ന് പറയുന്നത് എനിക്ക് പെയിൻ വന്നപ്പോഴത്തേന് ഓൾമോസ്റ്റ് എൻ്റെ ഡെലിവറിയുടെ ഒരു 80% ടൈം ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആക്കിയതിന് ശേഷം നിങ്ങൾ എടുക്കാനായിട്ട് നോക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ December 31 മോർണിംഗ് 11:50 ഞാനൊരു ആൺകുഞ്ഞിൻ്റെ അമ്മയാവുന്നത്. അപ്പോൾ പലരും പറയുന്ന പോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പെയിനിനെക്കുറിച്ച് നമുക്ക് ഓർമ്മയെ തന്നെ ഉണ്ടാവില്ല. നമ്മൾ എന്തുമാത്രം നമ്മൾ മരിച്ചു പോകുന്നവരെ നമുക്ക് തോന്നും. അങ്ങനത്തെ പെയിനൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ എന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നും ഓർമ്മയില്ല. അതാണ് സത്യം. അത് സത്യം തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് എപ്പിസോട്ടമി ചെയ്യുന്നുണ്ടാവും. ഇത് നമുക്ക് ബേബിയുടെ ഹെഡ് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ സൈഡിലൊരു വജീനയുടെ സൈഡിലൊരു കട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഈ കട്ടൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ അറിയാതിരിക്കുക, നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ തരിപ്പിക്കണമെന്നില്ലല്ലോ ഇടും. പക്ഷേ കട്ടിടുന്നതും സ്റ്റിച്ച് ഇടുന്നതും ഒന്നും നമ്മളറിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള മൊത്തം മരവിപ്പായിരിക്കും. അത്രയും വലിയ വേദനയില്ലേ നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇത്തിരി പോകുന്ന ഈ സ്റ്റിച്ചുകളൊന്നും നമ്മൾ അറിയുക പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പിന്നെ ബേബിയുടെ ഹെഡ് ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ എടുത്തിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുഷ് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വരികയായിരുന്നു. കാരണം ഞാനപ്പോൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നത് ഇതാണ്, എപ്പിഡ്യൂറൽ എടുത്തിട്ട് എൻ്റെ അവസ്ഥ ഇതായല്ലോ, ഞാൻ കുറേ വേദന അനുഭവിച്ചല്ലോ. ഇതൊക്കെയാണ് ഇങ്ങനെ ആ ടൈമിൽ ഇരുന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ കരയരുത്, കരഞ്ഞിട്ട് നിൻ്റെ എനർജി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ബേബി പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് കരയാൻ തോന്നുന്ന സമയത്ത് നീ വായ അടച്ച് പിടിച്ചിട്ട് ആ ഒരു ഫോഴ്സും കൂടെ പുഷ് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് വരുള്ളൂ. ആ പെയിൻ വരുന്ന സമയത്താണോ നമ്മൾ പുഷ് ചെയ്യേണ്ടത്. വെറുതെ നമ്മളിരുന്ന് പുഷ് ചെയ്ത് നമ്മുടെ എനർജി കളയരുത്. നമുക്കൊരു എന്താ പറയുക, ടോയ്ലറ്റിൽ പോകാനൊക്കെ ആയിട്ടുള്ളൊരു ഫീൽ വരില്ലേ, അതാണ് ആക്ച്വൽ ഫീൽ കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഫീൽ വരുന്ന സമയത്ത് മോഷനൊക്കെ ഇപ്പോൾ പോവും, അങ്ങനെ തോന്നുന്നൊരു ഫീൽ നമുക്ക് വരും. നമുക്ക് ഓട്ടോമാറ്റിക്കലി നോർമൽ ഒരു പുഷ് നമ്മുടെ ബോഡി തന്നെ ഇടും. ആ സമയത്ത് നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് സൗണ്ട് ഉണ്ടാക്കി ഉറക്കം ഓളിയിട്ട് കരയാതെ അങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈസി ആവുള്ളൂ എന്ന് പറയും. അപ്പോൾ പിന്നെ അവർ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ
ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഈ പുഷ് ചെയ്തിങ്ങനെ ബേബിക്ക് വരാൻ പറ്റാതെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് ശ്വാസം കിട്ടാതെയാവും. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാവും. എൻ്റെ നേഴ്സിൻ്റെ പേര് എനിക്ക് ഓർമ്മ വന്നു, ശാലിനി എന്നായിരുന്നു കേട്ടോ, ഓർമ്മ വന്നു. അപ്പോൾ ആ ശാലിനി സിസ്റ്റർ എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ വയറിൻ്റെ മുകളിൽ അവരൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി അവരിങ്ങനെ പ്രസ് ചെയ്യും, നമ്മുടെ വയറിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും അങ്ങോട്ട്. അപ്പോൾ ബേബി പെട്ടെന്ന് തന്നെ താഴത്തോട്ട് ഇറങ്ങിയത്. പക്ഷേ ആ പ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയുള്ള ശക്തി മുഴുവൻ എടുത്തിട്ടാണ് നമ്മുടെ വയറിൻ്റെ പുറത്ത് പ്രസ് ചെയ്യുന്നത് ഈ ബേബീനെ പുറത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. നമുക്കപ്പോൾ എങ്ങനെയും ബേബി പുറത്ത് വന്നാൽ മതി എന്നാവും, അവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ബേബീനെ പുറത്ത് പെട്ടെന്ന് എടുക്കണം എന്നുള്ള രീതിയിലായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും ഒരു സംഭവമേ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ 2 പുഷ് കൊടുത്തപ്പോഴത്തേനും ബേബി പുറത്തേക്ക് വന്നു. അങ്ങനെ ഒരു ബേബീനെ എടുത്തിട്ട് പോയി വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞ് ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്രയേ ഉള്ളൂ ഡെലിവറി. അങ്ങനെയാണ് കേട്ടോ അപ്പം എനിക്ക് ആ സമയത്ത് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സിമ്പിളായിരുന്നു, ഞാൻ അത്ര ഈസി ആയിട്ടാണ് ഡെലിവറി ആയതെന്നൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെലിവറി പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ ഉണ്ട് വേദന എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അത്ര എത്തിയിട്ടില്ല ഈ പെയിൻ എന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ ഞാൻ കേൾക്കുന്ന സമയത്ത് മൊത്തം 2 സെൻറ്റിമീറ്റർ എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഇനിയും 10 സെൻറ്റിമീറ്റർ ആവാൻ കുറേ ഉണ്ട്, അപ്പോൾ ഇനിയും കുറേ പെയിൻ വരാനുണ്ട് എന്നാണ്. പക്ഷേ ഈ 2 സെൻറ്റിമീറ്റർ കൂടെ ഇവർ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, 30%, 70%, 90% എന്ന് പറയുന്നുണ്ട്. അതാണ് സംഭവം. ആ അത്രയും വികസനം ഉണ്ടെന്നൊരു പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അവർ 2 അല്ലാതെ വേറെ ഒരു എന്താ പറയുക നമ്പറോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. 4, 5 എന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ മെഡിക്കൽ റിലേറ്റ് ചെയ്ത് ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയണമെന്ന് ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട് അതെന്താ സംഭവം എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സെൻറ്റിമീറ്റർ അത്രയും പെയിൻ ആണെങ്കിൽ അപ്പോൾ 10 സെൻറ്റിമീറ്റർ എത്രയായിരിക്കും എന്നിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാത്തിരുന്നിരുന്നത്. പക്ഷേ ഓൾറെഡി ഡെലിവറി ആവാറായിട്ടുണ്ടായിരുന്നു, അത്രയും പെയിൻ ഞാൻ സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനിയും പെയിൻ വരാനുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡെലിവറി ടൈമിൽ എൻ്റെ ഡോക്ടർ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർ തമിഴിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ കുട്ടിക്ക് ഭയങ്കര പെയിൻ ടോളറൻസ് ആണല്ലോ, സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളി നഴ്സ് പറഞ്ഞു, അതല്ലെങ്കിൽ ഞങ്ങൾ മലയാളികൾ അങ്ങനെ തന്നെ, ഞങ്ങൾ മലയാളി കുട്ടികൾ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു നഴ്സിനോട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, കാരണം ആ സിസ്റ്റർ ഭയങ്കര പ്രൗഡായിട്ടാണ് പറഞ്ഞത്, ഞങ്ങൾ മലയാളികളല്ലെങ്കിൽ എന്താ ഭയങ്കര അടിപൊളിയാണ് ഞങ്ങൾ, അല്ലടാ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബേബീനെ അവർ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി, പിന്നെ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് ബേബിയാണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല. അവിടുത്തെ ഒരു പുതിയ രീതി, ഇങ്ങനെ പുതിയ രീതിയിൽ അവിടുത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേബീനെ കൊണ്ടുപോയിട്ട് ബേബിയുടെ ജെൻഡർ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും, അങ്ങനെയാണല്ലോ, അവർ പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബേബീനെ കൊണ്ടുപോയി നമുക്ക് ബേബി കരയുന്നൊക്കെ കേൾക്കാനുണ്ട്, ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷ, എന്താവും എന്നുള്ളൊരു ഭയങ്കര ഇത്. അപ്പോൾ പെൺകുട്ടി ആയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏത് കുട്ടിയായാലും നമ്മുടെ കുട്ടിയാണ്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഡെലിവറി ആയതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അത്രയും പ്രഷ്യസ് ആണ്. പക്ഷെ നമുക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരാഗ്രഹം ആണെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്ന ബേബി ഗേളായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വയറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും പറയാറുള്ളത് 90% ആൾക്കാരും ബേബി ബോയ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ക്ലീൻ ചെയ്തിട്ട് പിന്നെ കൊണ്ടുവന്നു, എന്നിട്ട് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ബേബി ബോയ് ആണെന്ന്. അതിനുശേഷം പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പ്രത്യേകം നഴ്സിൻ്റെ അടുത്ത്, അറ്റൻഡറാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് കയ്യിൽ തന്നെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേക്കൂട്ടി ആളോട് പറഞ്ഞിട്ടായിരുന്നു ബേബീനെ ഫസ്റ്റ് റിസീവ് ചെയ്യണം ഹസ്ബൻഡ് ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാർക്കും കാണാൻ ആഗ്രഹം, എല്ലാ ഭാര്യമാർക്കും കാണാൻ ആഗ്രഹം അവരുടെ ഹസ്ബൻഡ് റിസീവ് ചെയ്യണതാവില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നൊരു ഹാപ്പി മൊമെൻറ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മുൻകൂട്ടി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തിക്കിലും തിരക്കിലും നമുക്ക് അതിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. പക്ഷേ എന്താ പറയുക, നമുക്ക് ടെൻഷനൊക്കെ കൂടിയായിട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് അതിനേക്കാൾ ടെൻഷനാണല്ലോ. അതിനുശേഷം പിന്നെ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ തുടങ്ങി. സ്റ്റിച്ച് ഒരുപാട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ല എത്ര സ്റ്റിച്ച് നോർമൽ ഡെലിവറിക്ക് ഇടുന്നൊന്നും. എനിക്കൊരു കുറേ സമയമായിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ കഴിയും എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു, മതി. ലാസ്റ്റ് എനിക്ക് നന്നായിട്ട് വേദന ചെറുതായിട്ട് എടുക്കാനും തുടങ്ങി കേട്ടോ. അതായത് ഇന്നർ ലെയർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ടർ ലെയർ, അങ്ങനെയൊക്കെ അവരിങ്ങനെ ഓരോരോ ലെയറുകളായിട്ട് ഇടുന്നേ തോന്നുന്നു. അപ്പോൾ ഒരു തിക്കായിട്ടുള്ള നമ്മുടെ എയ്നസിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഇടുന്ന സമയത്ത് അവരിങ്ങനെ കെട്ട് പോലെ എന്തോ ടൈറ്റ് നോട്ട് പോലെയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിടുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു പെയിൻ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മതി, ഇത്ര സ്റ്റിച്ചൊക്കെ എനിക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയങ്ക ഡോക്ടർ എന്ന് ആയിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടർ പേര്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇതൊക്കെ ഇനി സ്റ്റിച്ച് ഇടാതെ എങ്ങനെ ശരിയാവുക എന്നിങ്ങനെ തമിഴിൽ എന്നോട് പറഞ്ഞു കേട്ടോ.
അങ്ങനെ അതൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഒരു സമാധാനം, നമ്മൾ പറയില്ലേ ഇരട്ട പെറ്റ സുഖം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അങ്ങനെ അവസാനം ആ ഒരു ടാസ്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയല്ലോ. പിന്നെ എനിക്ക് നോർമൽ ഡെലിവറി ആവണേ എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഇനി ഇൻ കേസ് ഇനിയിപ്പോൾ ആയില്ലെങ്കിൽ സിസേറിയൻ ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നോർമൽ ഡെലിവറി നമ്മൾ ഈ ഒരു ഗ്രാജുവലി വരുന്ന പെയിൻ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്കുള്ള പെയിനല്ല, പയ്യെ പയ്യെ വന്ന് അത് അങ്ങനെ കൂടുന്നൊരു പെയിനാണ്. പിന്നെ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ആവുന്നതാണ് നല്ലത് നമ്മുടെ ഹെൽത്തിനാണെന്നുണ്ടെങ്കിലും. സിസേറിയൻ ഒരു മോശം എന്നല്ല, അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചും എമർജൻസി സിറ്റുവേഷനൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ബേബിയെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ഒരു ടൈമിൽ എന്താണോ ഡോക്ടർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സിസേറിയൻ ചെയ്യുന്നത് ഭയങ്കര കുറ്റാണ് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആവുമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനെ അപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനം. അപ്പോൾ അപ്പുറത്തെ പെൺകുട്ടിയും ഞാനും തമ്മിലൊരു 50 മിനിറ്റ്സ് ഡിഫറൻസേ ഉണ്ടായുള്ളൂ. ആ കുട്ടിക്ക് ഫസ്റ്റ് ബേബി ബോയ് ഉണ്ടായി, അതിനുശേഷം ആ കുട്ടിയുടെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും എൻ്റെ ഡെലിവറി ആയി, ഞാനും ബേബി ബോയ് തന്നെ. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഡെലിവറിയാണ് ആ ഇയറിലെ ഞാനും എൻ്റെ മോനും. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ ആ വർഷത്തെ, അപ്പോൾ വർഷത്തെ ലാസ്റ്റ് ബേബിയാണിത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇത് കണ്ടപ്പോൾ സ്റ്റാറ്റസൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അവർ പറയും, പക്ഷേ 1 ഡേ കൂടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനുവരി ആക്കായിരുന്നു എന്ന് പറയും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂസ്ലി സെലിബ്രേഷൻസ് ആണ്. കാരണം December 31 ബേബിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ ജനുവരി 1 നമുക്കറിയാം ന്യൂ ഇയർ ആണ്. January 2 ഞങ്ങൾ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമുക്ക് 2-3 ദിവസം അടുപ്പിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ ഫാമിലിനൊക്കെ ബേബിനെ കാണിച്ചു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി, സന്തോഷം. കുറേ ടെൻഷൻ അടിച്ചെങ്കിലും പെട്ടെന്ന് നടന്നൊരു ഡെലിവറി, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം അതാണ്. ഒരുപാട് അങ്ങനെ പെയിനൊക്കെ എടുത്ത് സഹിച്ച് പിന്നെ അവസാനം ഡെലിവറി ആവാനും അല്ലെങ്കിൽ ഒരു സിസേറിയനിലേക്ക് പോകാനുള്ള കണ്ടീഷനൊന്നും ഉണ്ടാവാതെ മാക്സിമം എനിക്ക് വാട്ടർ ബ്രേക്ക് ആയതിനു ശേഷമാണ് നന്നായിട്ട് പെയിൻ ആവാൻ തുടങ്ങിയത്. അപ്പോൾ 9 o'clock വാട്ടർ ബ്രേക്ക് ചെയ്തു, ഒരു 11:50 ഡെലിവറി ആയി. അപ്പോൾ മാക്സിമം ഒരു 2.25 മണിക്കൂറോളാണ് എനിക്ക് ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞ് ഉണ്ടായിട്ടുള്ളത്. ആ പെയിൻ വരലും കൂടലും ഡെലിവറി ആവലും ഒക്കെ കൂടി പെട്ടെന്നായിരുന്നു നടന്നത്. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്, ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല ആ ഒരു ടൈം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഏറ്റവും ചുരുക്കി ഏറ്റവും ഫാസ്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, കാരണം നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഡെലിവറി ആവാനൊക്കെ ആയിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് പോവുക. വെറുതെ കുറേ കാര്യങ്ങൾ ആലോചിച്ചും വീഡിയോസൊക്കെ കണ്ടും ടെൻഷനായി പോകും. നമ്മളതുപോലെ ആയിരിക്കില്ല, നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടല്ലേ ഓരോന്നിനോട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പോലെയല്ല എൻ്റെ പോലെയല്ല അവരുടെ എന്ന് വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. എല്ലാവരും യുണീക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പോവുക. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വരാൻ പറ്റും. നമുക്ക് എന്താ പറയുക, അത്ര വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. കുറച്ച് നേരത്തെ ഒരു പെയിൻ സഹിച്ചെങ്കിൽ നമുക്ക് നല്ല ഒരു തക്കടു വാവേനയല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആ വേദനയൊക്കെ നമ്മൾ ആ ബേബിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കും. പിന്നെ നമുക്കൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ആ പെയിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു പെയിൻ ഞാൻ അനുഭവിച്ചതായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട, ഉള്ള മൊമെൻറ്റ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായി ഫുഡ് കഴിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത്. പക്ഷേ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ബേബിയും കൂടെ ഉണ്ടാവും നമ്മുടെ ചാനലിൽ ഒരു അതിഥി. അപ്പോൾ അതുകൊണ്ട് മെമ്മറീസൊക്കെ കളക്ട് ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും